ദീർഘകാലം വഅളിന്റെ മജ്ലിസുകളിൽ ധന്യനാക്കിയ ഒരു മഹാനായിരുന്നു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. CK മൊയ്തുട്ടി മുസ്ലിയാർ, ഞാൻ അദ്ദേഹത്തെ ഒരു മാസം മുമ്പ് കണ്ടിരുന്നു. എന്റെ വഅളിന്റെ മജ്ലിസിൽ അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്നു. വഅളുകളൊക്കെ പറയുന്ന സദസ്സിൽ മുഴുവനായി വരുന്നത് കേട്ടിട്ട് നല്ല വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന സ്വഭാവക്കാരനായിരുന്നു. അല്ലാഹുവിലേക്ക് അടുത്ത തഖ്വയുള്ള ഒരു മനുഷ്യനായിരുന്നു. പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ വലിയായിരുന്ന കമ്മുസൂഫി മഖ്ബറയുടെ തൊട്ടടുക്കലുള്ള പള്ളിയില് വളരെ വൈകിട്ട് രാത്രി സാധാരണ 3:30 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉസ്താദ് രണ്ടാമത് പള്ളിയിലേക്ക് കോളേജിലെ വിദ്യാർത്ഥികൾ വരുന്നതിന്റെ മുമ്പ്, കോളേജിലുള്ള കുട്ടികൾ വരുന്നതിന്റെ മുമ്പ് സാധാരണ കോളേജിലേക്ക് വരുന്ന, ആ പള്ളിയിലേക്ക് വരുന്ന കോളേജിന്റെ മേൽനോട്ടക്കാരനായ ഒരാൾ വാതിൽ തുറക്കുമ്പോ ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേൽക്കും. തഹജ്ജുദ് കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിന് ശേഷം എഴുന്നേൽക്കും. എന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ നടന്ന് തസ്ബീഹ് ചൊല്ലലാണ് പതിവ്, ദിക്ർ ചൊല്ലലാ പതിവ്. എന്നാൽ ആ മനുഷ്യനുണ്ടല്ലോ, തന്റെ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വലിയ ബറക്കത്താന്ന് കരുതുന്നവരാണ് നമ്മള്. കാരണം റസൂലുള്ളാഹിന്റെ വയസ്സതായിരുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ വയസ്സതായിരുന്നു. CH ഐദ്രോസ് മുസ്ലിയാർ പറയാറുണ്ടായിരുന്നു, എനിക്ക് 63 വയസ്സായി, റസൂലുള്ളാഹിന്റെ വയസ്സായല്ലോ എന്ന്. അങ്ങനെയുള്ള മനുഷ്യനാ അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ ഒരു രാവാ, സുബ്ഹിയോടടുത്ത സമയമാ. ആ സമയത്ത് അള്ളാഹു തമ്പുരാൻ ആ മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോയില്ലേ? എത്രയോ ദുആകൾ കിട്ടിയില്ലേ? സൗഭാഗ്യം കിട്ടിയില്ലേ? അള്ളാഹുവേ, നീ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ, ഖബർ സ്വർഗമാക്കണേ റഹ്മാനേ. അങ്ങനെ ഒരു സമയമുണ്ടല്ലോ, മലക്കിനെ കാണുന്ന സമയം. ആ സമയത്ത് നമുക്ക് യാതൊരു രക്ഷയുമില്ല. ആ സമയത്ത് റബ്ബേ, ഞാൻ പോരാൻ തയ്യാറാണല്ലാ. എന്റെ ഖൽബ് ദുനിയാവുമായി ബന്ധപ്പെടുന്നില്ല അല്ലാ. നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ മോഹിക്കുന്നവനാണല്ലാ. റഹ്മാനെ, നിന്റെ മഹാന്മാരെ കണ്ടുമുട്ടാൻ ഞാൻ കൊതിക്കുന്നവനാണല്ലാ. ഈ ഒരു ചിന്തയോടെ, ഈ ഒരു ഓർമ്മയോടെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന കലിമത്തു തൗഹീദ് ചുണ്ടിലൂടെ വന്ന് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തുള്ള നന്മയുടെ തുടക്കം അതല്ലാതെ പിന്നെ എന്താ? ഖബറിന്റെ ഉഗത്തുള്ള സ്വർഗാനുഭവങ്ങളല്ലാതെ പിന്നെ എന്താ? മഹ്ശറ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭ്യമാകുന്ന സുഖത്തെക്കാൾ മറ്റുള്ളതെന്താ? സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ ലിഖാ കാണാൻ അവസരം കിട്ടുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മൾ മോഹിക്കുന്നതെന്താ? വഫിൽ ആഖിറതി ഹസന, അല്ലാഹുവേ, പരലോകത്താ നല്ലതു മാത്രം നീ തരേണമേ. വഖിനാ അദാബന്നാർ, നിന്റെ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ എന്ന് വിശ്വാസികൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ദുആ ചെയ്യുന്നവരോ, ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർ ദുനിയാവിൽ നിന്ന് ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അവർക്ക് ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. അല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു അവരുടെ വിചാരണ എളുപ്പമാക്കുന്നത്